ഒരുപക്ഷെ നമ്മൾ പോലും ഇതിൻ്റെ ആക്രമണത്തിന് ഇരയായേക്കാം എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. കാരണം എപ്പോഴാണ് ഈ രാസലഹരിക്ക് അടിമയായ ആൾ ഒരു ക്രൂര സ്വഭാവത്തിലേക്ക്, ഒരു വന്യതയിലേക്ക്, മൃഗങ്ങളുടെ സ്വഭാവമായാണ് മാറുന്നത്. അതുകൊണ്ടാണ് ചുറ്റികയെടുത്ത്, അഫാനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിക്രൂരമായി തന്നെ മറ്റുള്ളവരെ കയ്യിൽ കിട്ടുന്നതെടുത്ത് ആക്രമിക്കാൻ തോന്നുന്ന രീതിയിലേക്ക് കുട്ടികളടക്കം പോകുന്നത്. ബലാത്സംഗമടക്കം 9ാം ക്ലാസ്സുകാരൻ 6ാം ക്ലാസ്സുകാരി എന്നതിനപ്പുറം സഹോദരൻ സഹോദരി എന്നത് ഒരു വീട്ടിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ്. അത് 13 14 വയസ്സുള്ള ഒരു ആൺകുട്ടി 10 11 വയസ്സുള്ള ഒരു സ്വന്തം സഹോദരിയോടാണ് ചെയ്തത് എന്നത് നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അത്രയധികം ഈ രാസലഹരി നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ വിഷപ്പല്ല് ആഴ്ത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആ വിഷപ്പല്ല് പറിച്ച് കളയുകയല്ലാതെ അതിന് വേറെ ചികിത്സയില്ല. വിഷഹാരിയുടെ അടുത്ത് പോയി മരുന്ന് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടോ അങ്ങനെ ആയുസ് നീട്ടിയെടുക്കുകയല്ല വേണ്ടത്. ആ വിഷപ്പല്ല് നമ്മൾ പറിച്ച് കളയുക തന്നെ വേണം. അങ്ങനെ ആ ഒരു വിഷസർപ്പമായി അത് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സർപ്പത്തിൻ്റെ വിഷപ്പല്ല് ഇളക്കുക എന്ന വലിയ ദൗത്യം സമൂഹം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് ഇന്നത്തെ യാത്രയിലൂടെ എനിക്ക് ബോധ്യമാണ്.